ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ 28 ശനിയാഴ്ച പ്രദോഷമാണ്. ഭഗവാൻ പരമശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രദോഷം. എങ്ങനെയാണ് പ്രദോഷവ്രതം ആചരിക്കേണ്ടത്? എന്തിനാണ് പ്രദോഷം ആചരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഐതിഹ്യ കഥ? ഇതൊക്കെ നമുക്കിന്ന് വിശദമായിട്ട് നോക്കാം. ശ്രീ പരമേശ്വര പ്രീതിക്കായിട്ടാണ് പ്രദോഷം നമ്മൾ ആചരിക്കുന്നത്. പ്രദോഷ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ ആ തിരുരൂപം നടരാജരൂപമാണ്. നമ്മൾ അന്നേ ദിവസം നമ്മുടെ മനസ്സിൽ ഭഗവാനെ കാണേണ്ടുന്ന രൂപം നടരാജ രൂപത്തിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണണം എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പാലാഴി മഥനം, എല്ലാവർക്കും ആ കഥാഭാഗം അറിയാം. എങ്ങനെയാണ് പാലാഴി കടയുന്നത്? മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ്. അങ്ങനെ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ധാരാളമായ ദിവ്യമായ വസ്തുക്കൾ ആ കടലിൽ നിന്നും, ആ പാൽക്കടലിൽ നിന്നും ഉയർന്നു വന്നു. എന്തൊക്കെയാണ് വന്നത്? ഇതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതല്ല പറയുന്നത്. വാസുകിയെ കയറായി സ്വീകരിച്ചുകൊണ്ടാണ് പാലാഴി കടയുന്നത്. ആ സമയത്ത് ഈ രണ്ടു പേരും, അതായത് അസുരന്മാർ വാസുകിയുടെ തലഭാഗത്തും ദേവന്മാർ വാലുഭാഗത്തും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിക്കുകയാണ് കയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് മന്ദരപർവ്വതത്തെ ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് വാസുകിയുടെ ശരീരം. അസുരന്മാരും ദേവന്മാരും വാസുകിയെ പിടിച്ചു വലിക്കുന്നത് മൂലവും, അത് തന്നെയുമല്ല, ഈ മന്ധരപർവ്വതത്തെ ചുറ്റിയിരിക്കുന്നത് കൊണ്ട് തൻ്റെ ശരീരം ഈ പർവ്വതത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രയാസം വാസുകിക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ വാസുകിക്ക് ഭയങ്കരമായ രീതിയിൽ ഛർദ്ദിക്കാനായിട്ട് വരികയാണ്. വാസുകി ഛർദ്ദിക്കുന്നത് എന്താണ്? കൊടിയ വിഷമാണ്, കാളകൂട വിഷം. ഈ വിഷം ഭൂമിയിലേക്ക് പതിച്ചാൽ, അതല്ലെങ്കിൽ ആ പാലാഴിയിലേക്ക് പതിച്ചാൽ ത്രിലോകങ്ങളും നശിക്കും. ത്രിലോകങ്ങളെന്ന് മാത്രമല്ല, 14 ലോകങ്ങളും നശിക്കും. സർവനാശമാണ് ഫലം. അങ്ങനെ വാസുകിക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുന്നു, ഛർദ്ദിക്കാനായിട്ട് വരുന്നു. വാസുകിയുടെ വായൊക്കെ ഇങ്ങനെ പുറത്തേക്ക്, നാക്കൊക്കെ പുറത്തേക്ക് വരുന്നു, കണ്ണൊക്കെ ഇങ്ങനെ വാസുകി തുറിക്കുന്നു. ഛർദ്ദിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില ഭാവങ്ങളൊക്കെ വാസുകി കാണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ത്രിലോകങ്ങൾക്കും ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത്. അവിടെ കൂടിയിരുന്ന മറ്റു ദേവന്മാർക്കും ബ്രഹ്മർഷിമാർക്കും യക്ഷന്മാർക്കും കിന്നരന്മാർക്കും, അങ്ങനെ വേണ്ട എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യർക്കുൾപ്പെടെ ശ്വാസം മുട്ടാൻ തുടങ്ങി. വാസുകി ഛർദ്ദിച്ചില്ല, അതിനു മുമ്പ് തന്നെ ഇതാണ് അവസ്ഥ. അങ്ങനെയാകുമ്പോൾ ഈ കാളകൂട വിഷം താഴേക്ക് പതിച്ചാൽ ഉണ്ടാകുന്ന ആപത്ത് ഓർത്തുകൊണ്ട് ശ്രീ പരമേശ്വരൻ തൻ്റെ തൃക്കൈകളിൽ ആ കൊടിയ വിഷം ഏറ്റുവാങ്ങി. അതിനുശേഷം ഇതെങ്ങോട്ട് കളയാൻ പറ്റില്ല, കളഞ്ഞാൽ സർവനാശം. അങ്ങനെ ഭഗവാൻ തൻ്റെ തൃശരീരത്തിലേക്ക് ആ വിഷം സ്വീകരിക്കുകയാണ്. അങ്ങനെ ആ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഭഗവാന്റെ കണ്ഠത്തിന് നീല നിറമുണ്ടായത്, നീലകണ്ഠൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ വിഷമാണ് ഭഗവാൻ ഏറ്റുവാങ്ങിയത്, അതും കൊടിയ വിഷം. ഭഗവാന് ആ വിഷം ഏറ്റുവാങ്ങിയതിന് ശേഷം വലിയ ഒരു മയക്കമുണ്ടായി, ഒരാലസ്യത്തിലേക്ക് ഭഗവാൻ വീണുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ആലസ്യം ഭഗവാൻ ഉണ്ടാവുകയും
ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് ഭഗവാൻ മയങ്ങി എന്നും പറയുന്നു. അതിനുശേഷം ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് ഒരു ത്രയോദശി സന്ധ്യയിലാണ് എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. അങ്ങനെ ആ സമയം ഭഗവാന് ഒന്നും സംഭവിക്കല്ലേ, ഭഗവാന്റെ ആയുസ്സിന് യാതൊന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകലമാന ദേവവൃന്ദങ്ങളും ഭഗവാന്റെ ആ കൈലാസത്തിൽ അവിടെ സന്നിഹിതരായിരുന്നു. അതായത് ഭഗവാൻ മയങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നുവെന്നും ഭഗവാൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമുണ്ടായി എന്നുമാണ് പറയുന്നത്. ശ്രീ പാർവതീദേവിക്ക് സന്തോഷമായി, വേലായുധ സ്വാമിക്കും വിഘ്നേശ്വരനും സന്തോഷമുണ്ടായി, ഭഗവാൻ മഹാവിഷ്ണുവിന് വളരെയധികം സന്തോഷമുണ്ടായി, ബ്രഹ്മദേവന് സന്തോഷമുണ്ടായി. എന്തിനു പറയുന്നു? സകല ജാതി ദേവവൃന്ദങ്ങൾക്കും സന്തോഷമുണ്ടായി. സരസ്വതീദേവി വീണമീട്ടി എന്നാണ് പറയുന്നത്. ഗന്ധർവന്മാർ മധുരമായി പാട്ടുപാടി, ഇനിയൊക്കെ പറയുന്നുണ്ട് ആ സന്തോഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഭഗവാൻ ഉണർന്നെഴുന്നേറ്റിട്ട് ആനന്ദ നടനമാടി. അത് കണ്ട് ശ്രീ പാർവതീദേവി സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനമാടി എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ത്രയോദശി സന്ധ്യയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. പ്രദോഷ ദിവസം വ്രതം എടുക്കുന്നവരായാലും അല്ലാത്തവരായാലും സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ വലിയ വിശേഷമാണ് ഉള്ളത്. ത്രയോദശി സന്ധ്യയിൽ, അതായത് പ്രദോഷ ദിവസം സന്ധ്യാസമയത്ത് എവിടെയാണോ നമഃശിവായ മന്ത്രം കേൾക്കുന്നത് അവിടെ സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നും അവരുടെ എല്ലാം അനുഗ്രഹം ആരാണോ നമഃശിവായ മന്ത്രം ജപിക്കുന്നത് അവർക്ക് ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രദോഷ സന്ധ്യാദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. അതിനു സാധിക്കാത്തവർക്ക് സന്ധ്യാസമയത്ത് നമഃശിവായ മന്ത്രം നമ്മുടെ വീട്ടിലിരുന്ന് ജപിക്കാവുന്നതാണ്. അപ്പോൾ സന്ധ്യാസമയത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം വന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ സന്ധ്യാസമയത്താണ് ഭഗവാൻ ആലസ്യത്തിൽ നിന്നും ഉണർന്ന് എഴുന്നേറ്റത്. അക്കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി എങ്ങനെയാണ് പ്രദോഷം എടുക്കേണ്ടത്? പ്രദോഷ ദിവസം നമ്മൾ രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കുക. പ്രദോഷത്തിൻ്റെ തലേ ദിവസം ഒരിക്കലുണ്ട് വ്രതത്തിനായി തയ്യാറെടുക്കുക. അതെല്ലാ വ്രതങ്ങൾക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രദോഷ ദിവസം കുളിച്ച് രാവിലെ ക്ഷേത്രദർശനം നടത്തുന്നെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്കു തെളിയിച്ച് നാമം ജപിച്ച് പൂർണ്ണ ഉപവാസം സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് ഒരു കരിക്കും കുറച്ച് പഴവർഗ്ഗങ്ങളുമൊക്കെ ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ച് അവിടുന്ന് പൂജിച്ച് മേടിച്ച് ആ കരിക്ക് കുടിച്ച്, അതായത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം, അതിനുശേഷം ആ കരിക്ക് കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെയാണ് പ്രദോഷവ്രതം അവസാനിപ്പിക്കേണ്ടത്. അതായത് സന്ധ്യ വരെ ഉപവസിക്കുക. അതിനുശേഷം നമുക്ക് അരിഭക്ഷണം കഴിക്കാം. സന്ധ്യയ്ക്കു ശേഷം മഹാക്ഷേത്രങ്ങളിലൊക്കെ സന്ധ്യയ്ക്ക് ശേഷം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. പല ക്ഷേത്രങ്ങളിലുമുണ്ട്. ഇവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലുണ്ട്. സന്ധ്യയ്ക്ക് ശേഷം നമുക്ക് ചോറുണ്ണാം. ചോറ്, മോര്, ചമ്മന്തി ഇതൊക്കെ കൂട്ടി നമുക്ക് ചോറുണ്ണാം. പച്ചരിച്ചോറ്. ക്ഷേത്രദർശനം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇതേപോലെ നമുക്ക് ഭഗവാന്
കരിക്കോ അതല്ലെങ്കിൽ അല്പം ജലമോ ഒക്കെ സമർപ്പിച്ച് പഴങ്ങളൊക്കെ സമർപ്പിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ശുദ്ധവും വൃത്തിയായിട്ട് ചോറ് നമ്മൾ തന്നെ വെച്ചിട്ട് നമുക്ക് അത് കഴിക്കാം. വളരെ ലഘുവായ കൂട്ടാൻകൂട്ടി കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ശരിയായ വ്രതരീതി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിച്ച് നാമം ജപിക്കുക. ഇതാണ് ശരിയായ വ്രതരീതി. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് അസുഖങ്ങളുമായി നടക്കുന്ന മനുഷ്യരാണ് കൂടുതലും. അവർക്ക് 3 നേരം മരുന്ന് കഴിക്കേണ്ടി വരും. ആഹാരത്തിന് മുമ്പ്, ആഹാരത്തിന് ശേഷം, ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ്, ഇങ്ങനെയൊക്കെയാണ് മരുന്ന് കഴിക്കേണ്ടത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരി ഭക്ഷണവും ഗോതമ്പ് ഭക്ഷണവും അങ്ങനെ റാഗി അല്ലെങ്കിൽ തിന ഇതുപോലുള്ള ധാന്യവർഗ്ഗങ്ങളെല്ലാം നമ്മൾ ഏകാദശി പോലെ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് പഴവർഗ്ഗങ്ങൾ കഴിക്കുക. പഴവർഗ്ഗങ്ങൾ കഴിച്ച് നമുക്ക് പാല് വേണമെങ്കിൽ കുടിക്കാം. ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും എന്നുള്ളവർക്ക് 1 ഗ്ലാസ് ചായയൊക്കെ കുടിക്കാം. അങ്ങനെ നമ്മളൊരു ശരീര ശുദ്ധിയുടെ കൂട്ടത്തിൽ തന്നെ ഭക്ഷണശുദ്ധിയും കൂടെ അന്നത്തെ ദിവസം നോക്കുക. അതായത് പഴങ്ങളൊക്കെ കഴിച്ച് വളരെ ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് ആ കൂട്ടത്തിൽ മരുന്നും കഴിച്ച് നമ്മൾ നമ്മുടെ വ്രതം എടുക്കാവുന്നതാണ്. സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതേപോലെ നമുക്ക് ചോറുണ്ണാം. നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ വ്രതത്തെ ക്രമപ്പെടുത്തുക. ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് പ്രദോഷവ്രതം എടുക്കേണ്ടുന്ന രീതിയും പ്രദോഷത്തിൻ്റെ ഐതിഹ്യവും. പ്രദോഷവ്രതം എടുക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. നമ്മൾ ഒരു മാസം ഷഷ്ടി വരും, 2 ഷഷ്ടി, അതിൽ 1 ഷഷ്ടി എടുത്താലും മതി. ഏകാദശി 2 ഏകാദശിയും എടുക്കണം. പ്രദോഷവും 2 എണ്ണം എടുക്കാൻ സാധിക്കുന്നെങ്കിൽ വളരെ ഉത്തമം. പക്ഷേ സ്ത്രീകൾക്ക് പലപ്പോഴും 2ഉം എടുക്കാൻ, അതായത് ക്ഷേത്രത്തിൽ പോയിട്ട് എടുക്കാനായിട്ട് 2ഉം സാധിക്കുകയില്ല. അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകാദശി ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഏകാദശിയും ഷഷ്ടി ആയാലും അതല്ലെങ്കിൽ പ്രദോഷമായാലും ഏതെങ്കിലും ഒന്നിന് മാത്രമേ സാധാരണയായിട്ട് നമുക്ക് ക്ഷേത്ര ദർശനം നടത്തി എടുക്കാനായിട്ട് സാധിക്കാറുള്ളൂ. വളരെ അപൂർവമായിട്ടൊക്കെ 2 എണ്ണമൊക്കെ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കറുത്തപക്ഷ പ്രദോഷം അതല്ലെങ്കിൽ കറുത്തപക്ഷ ഏകാദശി മാത്രമാണ് ഞാൻ എടുക്കുന്നത്, വെളുത്തപക്ഷം എടുക്കുന്നില്ല എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെ നിശ്ചയിച്ചാൽ ചില മാസങ്ങൾ നമുക്ക് മുടങ്ങിപ്പോകും. അതുകൊണ്ട് 2ഉം എടുക്കുക. 1 എണ്ണം നമുക്ക് ക്ഷേത്രദർശനം നടത്തിയെടുക്കാവുന്നതാണ്. അടുത്തത് ഇപ്പോൾ പീരീഡ്സൊക്കെ ആണെങ്കിൽ പോലും ആ വ്രതഭക്ഷണം ശീലിച്ചുകൊണ്ട് നമ്മുടെ മുറിയിലിരുന്നു കൊണ്ട് നാമം ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രദോഷത്തിനും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നമ്മുടെ മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. അതല്ലാതെ ഇപ്പം ക്ഷേത്രദർശനം നടത്താനോ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല. അന്നത്തെ ദിവസം ശുദ്ധാഹാരത്തിലിരിക്കുക. ഇപ്പോൾ പീരീഡ്സൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉപവസിക്കാനായിട്ട് നമ്മുടെ ശാരീരികാവസ്ഥ അനുവദിക്കത്തില്ല. അപ്പം വളരെ ലഘുവായ ഭക്ഷണങ്ങൾ നമുക്ക് കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി അതനുസരിച്ചുകൊണ്ട്, ഇപ്പോൾ പീരീഡ്സൊക്കെ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പഴങ്ങൾ മാത്രം കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവുമെങ്കിൽ ചവ്വരി ഉപയോഗിച്ചിട്ട് പാല് കാച്ചി കുടിക്കുകയോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഗോതമ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കുക, ഗോതമ്പ് കഴിച്ചുകൊണ്ടാണ് ഞാൻ വ്രതം എടുക്കുന്നത്, എൻ്റെ ശാരീരികാവസ്ഥ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ചില മനുഷ്യർക്ക് ഗ്യാസൊക്കെ ഉണ്ടാക്കും പീരീഡ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഭഗവാനോട് പറയുക, ഭഗവാനെ ഞാൻ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടാണ് എൻ്റെ ഈ ദിവസങ്ങളിൽ, അതായത് പീരീഡ്സ് ആയിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ വ്രതം എടുക്കുന്നത് എന്ന് ഭഗവാനോട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഭഗവാന് സമർപ്പിക്കുക. ഇപ്പോൾ ഏകാദശിക്കാണ് ധാന്യഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത്. പ്രദോഷത്തിന് അങ്ങനെയില്ല. ധാന്യഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നൊരു നിഷ്ഠയില്ല. പക്ഷെ ചോറുണ്ണരുത്. ചോറ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മൾ കഴിക്കേണ്ടത്. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായും അരിയാണ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ആ അരിഭക്ഷണത്തിനെ നമ്മൾ ഒഴിവാക്കുന്നത്. അതായത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് മറ്റു ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് നമുക്ക് നമ്മുടെ വ്രതം എടുക്കാം.
അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഏതവസ്ഥയിൽ ഇരുന്നു കൊണ്ടായാലും, വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ഇരുന്നു കൊണ്ടും ഈശ്വരനെ വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ ഭഗവാനോടുള്ള നമ്മുടെ ഭക്തി, ഭഗവാനോടുള്ള നമ്മുടെ പ്രാർത്ഥന നമ്മൾ കൈവിടാതിരിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് വളരെയധികം സന്തോഷം നൽകുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓർക്കുക. കാരണം മഹാദേവനായാലും മഹാവിഷ്ണുവായാലും ആരായാലും ഭക്തരോട് വലിയ സ്നേഹമാണ്. തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഭക്തരെ അവരൊരിക്കലും ഉപേക്ഷിക്കില്ല. അക്കാര്യം നമ്മൾ ഓർക്കുക. പ്രാർത്ഥന നമ്മുടെ ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരു ബലം നൽകും. ഏത് പ്രതികൂല കാലാവസ്ഥയെയും ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു വലിയ കരുത്ത് പ്രാർത്ഥനയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്തവണത്തെ പ്രദോഷം ശനിയാഴ്ചയാണ്. അതുകൊണ്ട് ഈ പ്രദോഷത്തെ ശനിപ്രദോഷമെന്ന് പറയുന്നു. ശനിയാഴ്ച മഹാദേവന് വളരെയധികം പ്രീതികരമായ ദിവസമാണ്. അതുകൊണ്ട് വളരെ വളരെ പ്രാധാന്യമാണ് ഈ പ്രദോഷം. ഇനി വ്രതമെടുക്കാൻ സാധിക്കാത്ത എല്ലാവരും തന്നെ സന്ധ്യാസമയത്തെ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. അത് നമുക്ക് തീർച്ചയായിട്ടും ഫലം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഹരേ കൃഷ്ണ.